വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഞാനിപ്പോൾ ഉള്ളത് പൂജപ്പുരയാണ് ട്രിവാൻഡ്രത്ത്. ഇവിടെ ഒരു സ്നേക്ക് പാർക്കുണ്ട്. കണ്ടോ, അങ്ങോട്ടാണ് അകത്തോട്ടാണ് കയറുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം പാമ്പുകളെയൊക്കെ. ഇത് കയറുമ്പം തന്നെ കണ്ടോ ചെയ്യുന്നത് ആനലിയും അപരന്മാരും മൂർഖനും അപരന്മാരും ഇതെല്ലാം അകത്തുള്ളത്. അത് ചുരുട്ട മണ്ഡലിയും അപരന്മാരും വെള്ളിക്കെട്ടനും അപരന്മാരും വിഷസസ്യങ്ങളാണ്. ഇതെല്ലാം വിഷസസ്യങ്ങളാണ് കേട്ടോ. പിന്നെ അടുത്തത് ചേര്, അരളി, മഞ്ഞ അരളി, എരിക്കുമ്പോൾ ശിവന് മാലയിടുന്ന എരിക്കും, കള്ളിച്ചെടി, കാക്ടസ്, ആവണൊക്കെ എണ്ണയ്ക്ക് ഒന്നുകൂടെ പറയാം. മേന്തോന്നി ഞാൻ നേരത്തെ കാണിച്ചെന്ന്, ഉണ്ണി, ചേരി, അരളി ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് കള്ളിച്ചെടി, ഇതും വിഷമുള്ളതാണെന്നാണ് പറയുന്നത്. എരിക്ക് ഉണ്ടോ, കാഞ്ഞിരത്തിൻ്റെത്, പിന്നെ ഉദളം, നീർവാളം, അതുകൊണ്ട് ഉമ്മ, ആവണക്ക്, ഇതെല്ലാം വിഷസസ്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇന്ത്യൻ പാമ്പിൻ്റെ മുട്ടയുണ്ടോ, മുട്ട വെച്ചിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ പാമ്പിൻ്റെ ചട്ട നമ്മൾ ഉരിഞ്ഞെന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നത് അതാണിത് കേട്ടോ. നീളത്തിലുള്ള അടുത്തത് ഒറിജിനലാണ്. അത് അവരിവിടെ ജസ്റ്റ് ചുവരിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. സ്നേക്ക് സ്കിന്ന് ഇത് ചിലയിടത്തൊക്കെ ഊരിയിട്ടിട്ട് പോകും. ചേര അങ്ങനെയുള്ള അതാണിത് കേട്ടോ. സ്നേക്ക് വെനം കണ്ടോ, വെനം വിഷം അതിൻ്റെ എടുക്കുന്നതാണ് കേട്ടോ. ഇതിലാണ് ഇവർ സ്റ്റഡി ചെയ്ത് പറയുന്നത് എവരി 5 minutes 50 പേർക്കും പാമ്പ് കടി ഏൽക്കാറുണ്ട് പല സ്ഥലത്തുനിന്ന്. അതിൽ അവർ സ്റ്റഡി ചെയ്തതിൽ 25 പേർക്കും ഈ വെനം തന്നെ കുത്തി വെച്ചിട്ട്, കണ്ടില്ലേ ഇത് നമ്മുടെ സ്നേക്ക് വെനം, ഇത് കുത്തി വെച്ചിട്ട് തന്നെ അത് രക്ഷപ്പെടാറുണ്ട്. 4 പേര് പെർമനൻ്റ് ഡിസേബിൾഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കൈ ചലിപ്പിക്കാൻ കാല് അങ്ങനെയൊക്കെ. ഒരാൾ മാത്രമാണ് മരിക്കുന്നത്. അതിനുള്ള പ്രിക്കോഷൻസ് ഇവർ പറയുന്നുണ്ട്. അത് ചെയ്താൽ അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് മൂർഖൻ പാമ്പാണ്. വേണ്ട, മൂർഖൻ പാമ്പാണ് എടുക്കുന്നത്. നീ കൈയാണെങ്കിൽ നോക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ ഇതാണ് അണലി കണ്ടോ, കിടപ്പുണ്ട്. ആ ചേട്ടി അത് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടോ കിടപ്പുണ്ട്. 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് അതിൻ്റെ കണ്ണ് കണ്ടോ. ഇത് നമുക്ക് പൂജപ്പുരയാണ്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും ചിലർക്ക് അറിയാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്ന് ഇതൊക്കെ പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ശംഖ് വരെ നമ്മൾ കേട്ടിട്ടുള്ളേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കിടക്കണം അതിങ്ങനെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാം മണലിലായിട്ടേക്കുന്നത് കേട്ടോ. ഇതാണ് ശംഖ് വരെ. ഇത് പൂച്ചക്കണ്ണൻ പാമ്പാണ് കേട്ടോ. പൂച്ചക്കണ്ണൻ പാമ്പ് അത് അവിടെ ഒളിച്ച് കിടക്കുകയാണ്. പൂച്ചക്കണ്ണൻ പാമ്പ്. ഇവിടെ അധികം പൈസയൊന്നുമില്ല കേട്ടോ കയറാൻ വേണ്ടി. കയറാൻ വേണ്ടി 5 രൂപയാണ് ഇവിടെ പേയ്മെൻ്റ് ഉള്ളത് കേട്ടോ. വേറെ ഒരു ആയുർവേദ കോളേജുണ്ട് പൂജപ്പുര, അതിൻ്റെ അടുത്ത അകത്താണ്. ഇത് വന്നിട്ട് മണ്ണോലി പാമ്പ്, ഇതാണ് കോമൺ സാൻഡ് ബോ അങ്ങനെ എഴുതിക്കുന്നത്. ഇത് വിഷമില്ലാത്ത ഇതാണ് കേട്ടോ. ഇത് കിടക്കുന്നത് മണലിലൊക്കെ കിടക്കുന്നതാണ്. പിന്നെ നമ്മൾ ഉടുമ്പിനെ പോലെ കടിച്ചു പിടിച്ചിരിക്കും. ഉടുമ്പ് എല്ലാവരും പറയാൻ കണ്ടിട്ടുണ്ടാകുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഇത് കിടക്കുന്നുണ്ട്. ഉണ്ടോ, ഇതാണ് ഉടുമ്പ്. ഉടുമ്പെന്ന് പറയുന്നത്. അതിന് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്.
അങ്ങനെ മണലും എല്ലാം വെച്ചിട്ട് ഒന്നേ ഉള്ളൂ. ഒന്നാനവിടെ കാണുന്ന സൈഡിലുണ്ടോയെന്ന് അറിയില്ല. വിഷമുള്ള അണലിയാണ് ഇത്. ഉണ്ടോ? കാണാനല്ലി കണ്ടു വച്ചിരുന്ന നിങ്ങളെവിടെയെങ്കിലും കാണാൻ നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് കാട്ടുപാമ്പാണ്. അത് പത്തി വിടർത്തിയിരിക്കുന്ന നോക്കും. അതാ പത്ത് വരുന്നത് കാട്ടുപാമ്പാണ്. കേട്ടോ, കാട്ടുപാമ്പാണ്. വിഷമില്ല, ഇതിന് വിഷമില്ലെന്നാണ് പറയുന്നത്. ഉണ്ടോ, പത്തി വിടർത്തി ആടുന്നുണ്ടോ? നമ്മളതിനനുസരിച്ചിട്ടാണത്. അതിനുവേണ്ടി ഇതാ ഒരു എലി ഇട്ടിട്ടുണ്ട് അവിടെ. എലി അതിന് ഭക്ഷണമായിട്ട് എലി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, എലിയെ കൂടെ വളർത്തിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്ന കണ്ടിട്ട് അടുത്തതാണ് കേട്ടോ, അല്പം വിഷമുള്ളതാണ്. ചെളിക്കൂട അത് കണ്ട പാമ്പ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ചെറിയ പാമ്പാണ് കേട്ടോ. മറ്റത്ത് കിടപ്പുണ്ട്. ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. എപ്പോഴും വലിയ ആൾക്കാരെ കണ്ടിട്ട് പച്ചില പാമ്പ് ചില മരങ്ങളിലൊക്കെ ഉള്ള ഇതാണ്. അല്പം വിഷമുള്ളതാണ്. ഒരുപാട് വിഷമില്ല. ഇത് കണ്ടിട്ട് നല്ല രസമാണ് പക്ഷെ കാണാൻ വേണ്ടി. തല എനിക്ക് ഇരിക്കുന്നുണ്ടോ, പച്ചില പാമ്പ് കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്. ചെറിയൊരു പച്ചില എന്ന് പറഞ്ഞിട്ട് അയാൾ മരം അതിൽ ഇലകളൊന്നുമില്ല, വെറുതെ വെച്ചിരിക്കുന്നു. കണ്ടോ, വളഞ്ഞിരിക്കുകയാണ്. ഇതാണ് പച്ചില പാമ്പ്. ഒരു മൂവരെയും ചുരുട്ട വിഷമില്ലാത്തതാണ് കേട്ടോ. അതിനെ ഒരു കുപ്പിയിലാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, ഇട്ടിട്ടുണ്ട്. പെരുമ്പാമ്പുണ്ട്, പെരുമ്പാമ്പാണ്. കിടപ്പുണ്ട്. ശരി, വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങറ്റത്ത് കണ്ടൂടെ എന്തൊക്കെയോ കിടപ്പുണ്ട്. കണ്ടോ, അതാണ് പെരുമ്പാമ്പ്. സ്വർണ്ണനാഗം ഉണ്ട്. ഗോൾഡൻ കോബ്രയാണ്. ചുരുണ്ട തലയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് നീർക്കോലിക്ക് വിഷമില്ലെന്ന് പറയുന്നത്. നീർക്കോലി പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞില്ല. അതാണ് നടക്കുന്നത്. ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ തോടുകളിൽ, തോടിൻ്റെ പൊത്തിൽ, കുളത്തിൻ്റെ പൊത്തിലൊക്കെ കാണുന്നതാണ്. എന്തോ ആ മൂലയ്ക്കും കിടപ്പുണ്ട്. ചെറിയ അധികം ഉപദ്രവിക്കില്ല പാമ്പ്. എന്തായാലും അങ്ങോട്ടൊന്നും പേടിപ്പിക്കാതൊന്നും ചെയ്യാറില്ല. അതുപോലെ ഇത് പലയിടത്തും കാണാം. മീനെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേറെ പിടിച്ചെടുക്കാറുണ്ട് ചൂണ്ടയിലൊക്കെ. അതാണ് കേട്ടോ, വിഷമില്ല അതിന്. പിന്നെ കടൽ പാമ്പെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. പെരുമ്പാമ്പാണ്. ജസ്റ്റ് അറ്റാക്ക് ചെയ്യാനുള്ളതാണ്. അനങ്ങിപ്പം അനങ്ങുന്നുണ്ടോയെന്ന് അറിയാനായിരുന്നു. എന്താണ് പ്രതികരണം എന്നുള്ളത് നോക്കായിരുന്നു. ഇത് ചേര കേട്ടോ, ചേര വിഷമില്ല. പക്ഷെ നമ്മളത് പേടിച്ചു പോകും. ഭയങ്കര സൈസുള്ളതാണ്. അത് വെള്ളത്തിൽ കിടക്കുകയാണ്. ഈ ചെടികളൊക്കെ ഉള്ള പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാണുന്നതാണ് കേട്ടോ. വലിയ പല മഞ്ഞച്ചേര, വെള്ളച്ചേര അങ്ങനെയൊക്കെ കാണാണ്ട് കിടക്കുന്നത്. വിഷമില്ലാത്ത ടൈപ്പാണിത്. പലയിടത്തും നോർമലി കാണുന്നതാണ്. ഇത് വില്ലൂന്നിയാണ് കേട്ടോ. വില്ലൂന്നി പറയാൻ വിഷമില്ലെന്നാണ് പറയുന്നത്. ഏതാണ് നമ്മുടെ പച്ചില പാമ്പൊക്കെ പോലെ അതുപോലത്തെ സൈസിലാണുള്ളത്. അതുകൊണ്ടതൊക്കെ വരണമെങ്കിൽ പൂജപ്പുര നമ്മളെ മൈതാനമുണ്ട്. അത് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടായിട്ടാണ് വരേണ്ടത് കേട്ടോ. അത് ചുമന്ന മണ്ണൂലിപ്പാമ്പ്.
അതിന് വിഷമില്ലെന്നാണ് പറയുന്നത്. ഇത് മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നത്, മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നത്. ഇവിടെ അവിടെ ഒന്ന് കിടക്കുന്നുണ്ടോ, മണ്ണിൻ്റെ തണുപ്പിൽ കിടക്കുന്ന സാധനമാണ്. നമ്മൾ മണലൊക്കെ ഉള്ളിടത്തും ശ്രദ്ധിക്കുക എന്ന് പറയില്ല, അതുപോലെയാണ് മണ്ണിൻ്റെ അടിയിൽ. ഇനി നാഗത്താൻ പാമ്പ് ഇതാണ്. അത് രണ്ട് ചെറിയ പാമ്പാണ് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ റബ്ബർ മറ്റേ ഈ കയറില്ലേ, കിരിക്കയർ കളറുള്ള അതുപോലെയാണ് ഇരിക്കുന്നത്. തല ഉണ്ടോ ഇരിക്കുന്നത്, ഇങ്ങനെ തല വെച്ചിരിക്കുകയാണ്, നല്ല രസമുണ്ട്. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കൊണ്ട് കളർഫുള്ളായിട്ടുള്ള സാധനമാണ്. അതിലും അല്പം വിഷമുള്ളതാണ്. ഇതാണ്, ഇത് അണലിയാണ്, വിഷമുള്ളതാണ്. അല്ലോ നേരത്തെ അപ്പുറത്ത് നമ്മൾ കണ്ടെന്ന് തോന്നുന്നു. അല്ലേ, അത് സെയിം. വിഷമുള്ള ശംഖുവരയനാണ്. ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷമാണ്. ചെറിയ സാധനമാണ്. അതിൻ്റെ തൊലിയിലൊക്കെ കണ്ട വേറൊരു നിറമാണ് കേട്ടോ. ഇതാണ് ശംഖുവരയൻ.